സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രൂശിതനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹമുണ്ട്. അല്പം മുമ്പ് 9-ാം മണി ശുശ്രൂഷയുടെ ഏവെങ്കിലും നാം വായിച്ചു കേട്ട ഒരു വേദഭാഗം അല്പസമയം ധ്യാന ചിന്തയ്ക്കായിട്ട് വയ്ക്കുകയാണ്. ഇതൊരു ശുശ്രൂഷയാണ്. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ധ്യാന നിമഗ്ധരായിരുന്ന ഈ വലിയ വെള്ളിയാഴ്ചയുടെ ഈ ശുശ്രൂഷയിലൂടെ നാം കടന്നു പോകുന്നത് ആമുഖമായി അപേക്ഷിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 46-50 വാക്യങ്ങൾ. സെയിന്റ് മാത്യു ചാപ്റ്റർ 27 verses 46 and 50. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ സബ്ഖാനി എന്ന് ഉറക്കെ വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. 50-ാം വാക്യം, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. യേശുനാഥന്റെ ഈ നിലവിളിയെ പറ്റി, ഈ കരച്ചിലിനെ പറ്റി പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും എല്ലാം പല വിധത്തിലുള്ള വേദശാസ്ത്ര വ്യാഖ്യാനങ്ങളും ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് ഈ ധ്യാനത്തിൽ യേശുനാഥൻ ഈ കുരിശിൽ കിടന്ന് അനുഭവിച്ച ആ വേദന, യേശുനാഥൻ ആ കുരിശിൽ കിടന്ന് അനുഭവിച്ച മാനസിക വ്യഥ, ഈ കാര്യങ്ങൾ അല്പസമയം ധ്യാന വിഷയമാക്കുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. യേശുനാഥൻ പലതരത്തിലുള്ള വേദനകൾ അനുഭവിച്ചു. യേശുനാഥനെ മുഖത്ത് തുപ്പി, അവന്റെ കരണത്തടിച്ചു, ഇങ്ങനെ പലതരത്തിലുള്ള വേദനകൾ. എന്നാൽ ഈ വേദനകളെക്കാൾ ഉപരിയായി അവൻ അതികഠിനമായ വേദനയായി അനുഭവിക്കുന്ന 3 കാര്യങ്ങളായി. ഒന്നാമതായി, യേശുനാഥനെ ഒരു ചമ്മട്ടി കൊണ്ട് ചാട്ടമാറുകൾ അടിച്ചു. ഈ ചമ്മട്ടി എന്ന് പറയുന്നത്, ഇതിൽ കയറുകൾ, തുകൽ കയറുകൾ ബന്ധിച്ചിരുന്നു. ഈ കയറിന്റെ ഓരോ അഗ്രത്തിലും കൊളുത്തുകൾ, ലോഹവളയങ്ങൾ, മെറ്റൽ പീസസ്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥി കഷ്ണങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ചമ്മട്ടി കൊണ്ട് യേശുനാഥനെ ആഞ്ഞാൻ അടിക്കുന്നു. ഓരോ അടി കഴിയുമ്പോഴും ഈ കൊളുത്തുകൊണ്ട് മാംസം വലിച്ച് എടുക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള അതികഠിനമായ വേദനയാണ് യേശുനാഥൻ അനുഭവിച്ചത്. ഈ വേദന നമുക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയുന്നതല്ല. മറ്റൊരു വേദന യേശുനാഥന്റെ തലയിൽ അടിച്ച ആ മുൾക്കിരീടമാണ്. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം അടിച്ചു. മുൾക്കിരീടം അടിക്കുക മാത്രമല്ല, അതിന്മേൽ ഒരു ചമ്മട്ടി കൊണ്ടടിച്ചു. ഈ മുൾക്കിരീടത്തിലുള്ള മുള്ളുകൾ അവന്റെ തലയിലും നെറ്റിയിലും ഒക്കെ ആഴ്ന്നിറങ്ങി. അവിടുന്ന് രക്തം ഇങ്ങനെ പ്രവഹിക്കുകയാണ്. എത്രമാത്രം വേദന യേശുനാഥൻ അനുഭവിച്ചെന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതാണ്. മറ്റൊരു വേദന ക്രൂശീകരണമാണ്. കുരിശിൽ യേശുനാഥൻ 2 കൈകളിലും ആണിയടിക്കപ്പെട്ട്, കാലിൽ ആണിയടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മൾ ആലോചിക്കുക, ഈ ശരീരത്തിന്റെ ഭാരം മുഴുവന് ഈ 2 കൈകളിലെ ആണികളിൽ ഇങ്ങനെ താങ്ങുകയാണ്. ഇത്രമാത്രം വേദന സഹിച്ചുകൊണ്ട് ആ 2 കൈകളിലും ആണിമേൽ തൂങ്ങുന്ന യേശുനാഥൻ. അവിടെ യേശുനാഥന്റെ വൈറ്റൽ ഓർഗൻസിനൊന്നും സംഭവിക്കുന്നില്ല. അവിടെ മരണം സംഭവിക്കുന്നത് ശ്വാസം കിട്ടാതെ യേശുനാഥൻ പിടയുകയാണ്. അത്രമാത്രം വേദന അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈ കള്ളന്മാരുടെ കാലുകൾ അടിച്ചൊടിക്കുന്നത്. 3 ദിവസം വരെ ഇങ്ങനെ ഇവർ കുരിശിൽ കിടക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഈ കുരിശ് മരണത്തിൽ ഉണ്ടായെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രമാത്രം നിന്ദ്യമായ, അപമാനകരമായ ഒരു മരണമാണ് യേശുനാഥന് അവർ വിധിച്ചത്. നമ്മൾ ഈ വേദനകളെ ധ്യാനിക്കണം. ഈ വേദനകൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം
പ്രയാസത്തിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലായ്പ്പോഴും നമുക്ക് സുഖം മാത്രമല്ല ലഭിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയണമെന്നില്ല. ഇന്ന് കാണുന്ന ആ നൈമിഷികമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റപ്പെട്ടേക്കാം. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ഈ സഭാ ജീവിതത്തിലായിരിക്കുമ്പോൾ, കൗതാശികമായ ജീവിതത്തിലായിരിക്കുമ്പോൾ എന്ത് കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് സഹിക്കുവാനുള്ള ഒരു ശക്തിയാണ് ഈ വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ നമുക്ക് നൽകുന്നത്. നമ്മുടെ സഭയിൽ ഏറ്റവും അധികം ജനപങ്കാളിത്തമുള്ള ശുശ്രൂഷയും ഒരു പക്ഷേ ഇത് തന്നെയാണ്. ഈ ജനപങ്കാളിത്തം മാത്രം പോരാ, ഇതിന്റെ സാരാംശത്തോട് താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിന്റെ ആശയം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്, കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല തരത്തിലുള്ള കഷ്ടപ്പാടിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. എന്നാൽ ഈ ഞാനിവിടെ ധ്യാന വിഷയമാക്കിയ യേശുനാഥന്റെയും 3 വേദനകൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വേദന ഒന്നുമല്ല. എത്രമാത്രം പ്രയാസത്തിലൂടെ കടന്നുപോയാലും പ്രശ്നത്തിലൂടെ കടന്നുപോയാലും ഈ യേശുനാഥന്റെ വേദന ധ്യാനത്തിൽ ആക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ മറ്റുള്ളവരുടെ മനോഭാവമാണ്. നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നപ്പോൾ നമുക്ക് അറിയാം, അതിന്റെയൊക്കെ ഇമ്പാക്ട് നമ്മളെയും ബാധിക്കുന്ന തരത്തിലേക്കാണ് വരുന്നത്. വയലൻസ് എന്ന് ബാധിച്ചിരിക്കുന്നു. അത് ചെറിയ മക്കളുടെ സ്കൂളുകളിൽ തൊട്ട് എല്ലാ തരത്തിലും വയലൻസ് ബാധിച്ചിരിക്കുന്നു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കാം എന്നൊരു ഒരു യേശുനാഥനെ കൊന്ന ആൾക്കൂട്ടത്തിന്റെ ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ആയിത്തീർന്നിരിക്കുകയാണ്. ഈ ആൾക്കൂട്ട മനോഭാവം നമ്മളെ എത്രമാത്രം ബലഹീനരാക്കും, എത്രമാത്രം നമുക്ക് അപജയം ഉണ്ടാവണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പലപ്പോഴും ഇന്നിറങ്ങുന്ന മാധ്യമങ്ങളിലുള്ള കാര്യങ്ങളും സിനിമകളും എല്ലാം തന്നെ വയലൻസ് ആണ്. ഇതിന് കാരണം മനുഷ്യന്റെ മനോഭാവം തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നതിലേക്ക് ആക്കി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, എത്രമാത്രം ഇൻഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, ഷെയിംഫുൾ ആയിട്ടുള്ള, അതിനിന്ദ്യമായ, ലജ്ജാകരമായ മരണമാണ് ഈ യേശുനാഥന് ഈ ആൾക്കൂട്ടം വിധിച്ചത്, ഈ ഭരണാധികാരികൾ വിധിച്ചത്. അപ്പൊ ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ഒരിക്കലും മാറിപ്പെടുവാനായിട്ട് സാധിക്കില്ല. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളോട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരോട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രമാത്രം അവരെ വേദനിപ്പിക്കാമെന്നൊരു എന്തൊരു മനോഭാവം ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു ചെയ്തത്. ഈ വലിയ വെള്ളിയാഴ്ചയുടെ മറ്റൊരു സന്ദേശം ഇതാണ്: നമ്മുടെ പ്രയാസങ്ങൾ യേശുനാഥന്റെ സഹനവുമായി താതാത്മ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരോട് നമ്മുടെ മനോഭാവം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുവാനും അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുവാനുമുള്ള ഒരു മനോഭാവം ഈ വലിയ വെള്ളിയാഴ്ച നമുക്ക് ധ്യാന വിഷയമാക്കാം. മറ്റൊരു ആശയം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് യേശുനാഥൻ ഇത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നുപോയത്? യോബ് പറയുന്നുണ്ട്, നീതിമാനായിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങള് എനിക്ക് വന്നിരിക്കും? ചരിത്രത്തിനപ്പുറം യേശുനാഥൻ വിജയം തന്നെ പറയുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീ കളയണമേ. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് യേശുനാഥൻ ഇത്രമാത്രം വേദന സഹിച്ചത്? ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഇത് ദൈവത്തിന്റെ, പിതാവാം ദൈവത്തിന്റെ നീതിയുടെയും ദൈവ സ്നേഹത്തിന്റെയും ഒരു പ്രതീകമാണ്. 2 വാക്കുകൾ, നീതിയുടെയും ദൈവ സ്നേഹത്തിന്റെയും ഒരു പ്രതീകം. എന്താണ് ദൈവത്തിന്റെ നീതി? ആദിമ മനുഷ്യൻ പാപം ചെയ്തു. ഈ പാപത്തോടെ അവൻ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ പാപം ഇങ്ങനെ മനുഷ്യകുലത്തിലേക്ക് ഇങ്ങനെ തുടരുകയാണ്. പാപങ്ങൾ പെരുകി വന്നു. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കണം. ലേവ്യാപുസ്തകം 4-ാം അധ്യായം 4-ഉം 5-ഉം അധ്യായങ്ങളിൽ പഴയ നിയമത്തിൽ ബലിയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഏറ്റവും ശുദ്ധമായ, പ്യൂറസ്റ്റ് ആയിട്ടുള്ള, ഊനമില്ലാത്ത കുഞ്ഞാടിനെ ബലി കൊടുക്കണമെന്നാണ്. പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഊനമില്ലാത്ത കുഞ്ഞാടിനെ ബലി കൊടുക്കണം. ഇതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ നീതി നടപ്പാക്കണം. ഈ നീതി നടപ്പാക്കുവാൻ വേണ്ടി ദൈവം എല്ലായിടത്തും നോക്കി, എവിടെയാണ് ഊനമില്ലാത്ത കുഞ്ഞാട്, അവിടെയാണ്
യോഹന്നാൻ പറയുന്നത്, വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഈ രണ്ട് ഫേസസ്, നീതിയും സ്നേഹവും, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സമഞ്ജസമായ സമ്മേളനമാണ് ഇവിടെ യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ നീതി നടപ്പാക്കപ്പെട്ടു. ഈ മനമില്ലാത്ത കുഞ്ഞാടിന്റെ പേരിലൂടെ ദൈവം തന്നെ യാഗമായി നമുക്കായി സമർപ്പിച്ചു. ഇത്രമാത്രം വേദനയും പരിഹാസവും ഏറ്റുകൊണ്ട്. അപ്പൊ ഈ ഒരു നീതിയും ആ ദൈവത്തിന്റെ സ്നേഹവും നടപ്പാക്കപ്പെടുകയാണ് ഈ ക്രൂശീകരണത്തിന്റെ ശുശ്രൂഷയിലൂടെ. നമുക്ക് എന്താണ് ഈ ക്രൂശീകരണത്തിലൂടെ, ഈ വലിയ വെള്ളിയാഴ്ച അനുഭവത്തിലൂടെ ലഭിക്കുന്നത്? സംശയമൊന്നുമില്ല, നമുക്കെല്ലാം അറിയാം, സാൽവേഷൻ, രക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത്. നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. അതിന് പിതാക്കന്മാർ പറയുന്ന ഉത്തരം, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെടും. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. കാൽവരിയിൽ യേശുനാഥൻ യാഗമായി തീർന്നപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. വിശുദ്ധ മാമോദീസായുടെ ഊഷ്മയിലൂടെ നാം ഉത്തരവാദിത്തപ്പെട്ട് കൗദാശിക അനുഭവത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടുള്ള വിശുദ്ധ കുർബാനയിലൂടെ ഉള്ള ആ ഒരു സംസർഗത്തിലൂടെ മറ്റ് കൗദാശിക അനുഭവങ്ങളിലൂടെ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വലിയ ചിന്തയുണ്ട്. നാം രക്ഷിക്കപ്പെട്ടതാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിലൂടെ. വീണ്ടും വിശുദ്ധ മാമോദീസായിലൂടെ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. കൗദാശിക അനുഭവങ്ങളിലൂടെ രക്ഷ വേണം. എപ്പോ നമ്മൾ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു, ഇതിൽ നിന്ന് മാറിപ്പോകുന്നു, ഈ കൗദാശിക അനുഭവത്തിൽ നിന്ന്, സഭാജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു, അപ്പോൾ നമ്മുടെ രക്ഷ നമ്മൾ നടന്നു. നാം രക്ഷിക്കപ്പെടും. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ആ രക്ഷയുടെ വലിയ പൂർണ്ണതയിലേക്ക് നാം എത്തിച്ചേരും. അപ്പൊ ഈ ഒരു വലിയ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നാം ആരെങ്കിലും സഭാജീവിതത്തിൽ നിന്ന്, കൗദാശിക ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വലിയ വെള്ളിയാഴ്ച അനേകം പേര് പള്ളിയിൽ വന്നിരിക്കുന്നു, നമ്മൾക്ക് അതിന്റെ തുടർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, ഈ വലിയ വെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് ഉയർന്ന ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മുടെ ജീവിത വ്യാപാരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ യേശു ക്രിസ്തുവിന്റെ വേദനയുടെ ധ്യാനം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെടുന്നവരാകട്ടെ, ഏത് തലത്തിൽ നടക്കുന്നവരാകട്ടെ, സഭാവിശ്വാസികൾ എന്ന രീതിയിൽ കൗദാശിക ജീവിതത്തിൽ പങ്കാളികളാകുന്നവർ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും യേശു ക്രിസ്തുവിന്റെ ഈ വേദനയുടെ ചിത്രം ഉണ്ടാകണം. അതായിരിക്കട്ടെ ഇന്നത്തെ ഈ വലിയ വെള്ളിയാഴ്ചയുടെ സന്ദേശം. ഈ ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം നമ്മിൽ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെയൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് നന്ദി അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ,